എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ആധാരമാക്കിയിരിക്കുന്നത് 1 പത്രോസിൻ്റെ അധ്യായത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 6, 7, 8 വാക്യങ്ങളാണ്. നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നുള്ള കാര്യമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്നു എന്ന് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയാക്കി വരുന്നുവെന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ എന്നാണ് ആ വചനത്തിൽ കൂടി പറയുന്നത്. നമുക്ക് ചില ആകുല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ചില കഷ്ടപ്പാടുകളും ചില പ്രതിബന്ധങ്ങളും ചില ആകുലതകളും ഒക്കെ നമ്മളെ നേരിടാറുണ്ട് അല്ലേ? നമുക്ക് ജോലി സ്ഥലത്താണേലും നമ്മുടെ കുടുംബജീവിതത്തിലാണേലും മക്കളുടെ കാര്യത്തിലാണേലും ഒക്കെ നമുക്ക് ഓരോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. ചില പ്രിയപ്പെട്ടവരുടെ മരണം, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെ വളരെയധികം ആകുല ചിന്തകൾ ആയിരിക്കാൻ ഒരുപാട് ചിന്തകൾ നമ്മളിലേക്ക് വരും അല്ലേ? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ വളരെയധികം തളർത്തുന്നവയാണ്. അങ്ങനെ തളർന്ന ചില ആൾക്കാർ വളരെയധികം വിഷമിച്ച് അവർ ജീവിതം വേണ്ടാന്ന് തന്നെ വെക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചിലരൊക്കെ പോകാറുണ്ട്. അവർ സ്വയം ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചിന്തകളൊക്കെ കൊണ്ടുവരുന്നത് സാത്താനാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു, സാത്താൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ പിശാച് ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി ആരെ വിഴുങ്ങേണ്ടു അവരെ തെറ്റിച്ച് അവരിൽ ചില ചിന്തകൾ അവരുടെ ഉള്ളിൽ കൊടുക്കുക, അവരെ ആകുല ചിന്തരാക്കുക. ചിലരാണ് ഡിപ്രഷനിലേക്ക് പോകും, ചിലർ മാനസികമായിട്ട് വളരെയധികം തളരും, ഡിപ്രഷനിലേക്ക് പോകും. എന്ത് തന്നെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നമ്മൾ തളരരുത്. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ വിശ്വാസത്താൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർപ്പ് നിൽപ്പീൻ. അപ്പം വിശ്വാസത്താൽ സ്ഥിരതയുള്ളവരായിട്ട് അവനോട് എതിർത്ത് നിൽപ്പീൻ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നത് സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോൾ ഒന്നുകൊണ്ടും നമുക്ക് ആകുല ചിന്ത വേണ്ട. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, അത് സാധാരണയാണ്. എല്ലാവർക്കും പ്രതിസന്ധികൾ ഉണ്ടാകും. ജോബിനെ നോക്കിക്കേ. ജോബ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തെ വളരെയധികം പ്രസാദിച്ചൊരു തെറ്റും പാപവും ചെയ്യാതെ ജീവിച്ച മനുഷ്യനെ പിശാച് പല കഷ്ടതകൾ കൂടി വരുത്തി അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവരുടെ വിശ്വാസം അത് വലുതായിരുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. അവരുടെ ഭാര്യ പറഞ്ഞു, സഹോദരൻ, അവരുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടും അതിലൊന്നും വ്യതിചലിക്കാതെ ദൈവത്തെ സ്ഥിരമായിട്ട് ദൈവത്തിലെ വളരെയധികം പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വിശ്വാസം, എന്തു തന്നെ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കുള്ളിൽ താണിരിപ്പീൻ.
അപ്പം നമ്മൾ കർത്താവിൻ്റെ കൈ കീഴിൽ താണിരിക്കണം. നമ്മുടെ വിശ്വാസം നമ്മൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈയുടെ കീഴിൽ താണിരിക്കുക. നിങ്ങളുടെ സകല ചിന്തകളും സകലതും അവൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക. നിങ്ങൾക്ക് എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും, നിങ്ങൾക്ക് എന്തു തന്നെ ഭാരങ്ങളുണ്ടായാലും, കടബാധ്യതകളുണ്ടായാലും, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരമേൽപ്പിക്കുക, ദൈവത്തെ പരമേൽപ്പിക്കുക. സകല ചിന്തകളും സകല ഭാരങ്ങളും അവൻ്റെ മേലിട്ട് കൊള്ളുക. നമ്മൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിൽ സകലവും പരമേൽപ്പിച്ച് നമ്മൾ ദൈവത്തിൽ പ്രത്യാശയോടുകൂടി ദൈവത്തിൽ പരമേൽപ്പിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മളെ തക്ക സമയത്ത് ദൈവം നമ്മളെ എന്താണ് ചെയ്യുന്നത്? തക്ക സമയത്ത് നമ്മളെ ദൈവം ഉയർത്തും. അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ നിത്യജയസ്നായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കും. അപ്പോൾ നമുക്ക് ആ വിശ്വാസം വേണം. ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. ആകുല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടത്തിവിടരുത്. എല്ലാം നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൻ്റെ കീഴിൽ താണിരിപ്പീൻ. അങ്ങനെ താണിരുന്നാൽ സർവശക്തനായ ദൈവം നമ്മളെ ഉയർത്തും, തക്ക സമയത്ത് ഉയർത്തും, നമ്മളെ പരിപാലിക്കും, എല്ലാ പ്രതിസന്ധികളും നമ്മളെ രക്ഷിക്കും. അങ്ങനെ ദൈവത്തിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒന്നുകൊണ്ടും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നീ നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. അപ്പോൾ നമ്മൾ അങ്ങനെ ദൈവത്തിൽ പരമേൽപ്പിച്ച് കഴിയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ, പരമേൽപ്പിക്കുന്ന മനുഷ്യൻ അവരെ ഒന്നുകൊണ്ടും ഒരു ആകുല ചിന്തയും അവരുടെ മനസ്സിൽ കടന്നുകൂടുകയില്ല. അങ്ങനെ ചിന്തകളെയെല്ലാം സാത്താൻ കൊണ്ടുവരുന്നതാണ്. ആ സാത്താൻ്റെ ചിന്തകളെ അകറ്റി നിർത്തുവാൻ നമ്മൾ ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ആശ്വാസം ലഭിക്കും. ദൈവം നമ്മളെ തക്ക സമയത്തിന് ഉയർത്തും. തക്ക സമയത്ത് ഉയർത്തി നിങ്ങളെ സകല ചിന്താകുലകൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അപ്പോൾ നമ്മളെ തക്ക സമയത്ത് അവൻ ഉയർത്തും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവൻ പരിഹരിച്ച് തരും. അതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ബൈബിൾ വചനം. നിങ്ങളെപ്പോഴും ഉണർന്നിന്ന് പ്രാർത്ഥിപ്പീൻ. ഒന്നുകൊണ്ടും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും നാളെക്കുറിച്ച് വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവം നിങ്ങളെ കാക്കും. ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ ജീവിക്കുക. ദൈവത്തിൽ പരമാനന്ദം കാണുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമം, യേശു ക്രിസ്തുവിൻ്റെ നാമം, ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. അപ്പോൾ എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. Have a wonderful day, blessed day. Bye bye.